ഹലോ ക്ലാസ് 11 സ്റ്റുഡൻസ്, നമ്മൾ ഇതാ ഒരു പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ മക്കൾക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം തന്നെ പബ്ലിക് എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഇനി ഓണപരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ പേരിൽ നിങ്ങളുടെ സ്കൂൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നടത്തുന്നുണ്ടല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യമാണ് കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ ഡെറിവേഷൻസ്. നമ്മൾ ആ ഒരു ഡെറിവേഷൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടോപ്പിക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ വെലോസിറ്റി ടൈം റിലേഷനാ. എന്താ ഈ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്? മക്കളെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. ഏത് ഗ്രാഫ്? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. സർ, ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുമോ? പറ്റും സാറേ, പറ്റും. എങ്ങനെയാണ്? നമ്മൾ ഇതാ ഇവിടെ വെലോസിറ്റി എന്നും ഇവിടെ ടൈം എന്നും മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോട് പറയാണ് ഒരു ബോഡി യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ബോഡിക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? യു എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? വി എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ബോഡി ഫൈനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ടൈം എത്രയാണ്? അതിനെ നമുക്ക് ടി എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചിത്രം റെഡി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. ഈ ചിത്രത്തിന്റെ അകത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൈനമാറ്റിക് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചിത്രം ഞാൻ ഇവിടെ വൃത്തിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് മായ്ച്ചു കളയാം. ഇനി വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മക്കളെ, നമ്മൾ പഠിക്കുന്നുണ്ട്, ഇവിടെ കാണുന്ന ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ ചെരിവ് എന്ന് പറയുന്നത് ഇത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടാൽ മതി? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് പറയാം ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിനകത്ത് ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബി സി ഡിവൈഡഡ് ബൈ എ സി. സോ ബി സി ഡിവൈഡഡ് ബൈ എ സി, ബി സി ഡിവൈഡഡ് ബൈ എ സി എന്ന് പറയാം. ഇതിൽ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം, ഇത് ടോട്ടൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വി ആണ്. പക്ഷേ ഇത് യു ആണെന്ന് നമുക്കറിയാലോ. സോ ഈ ഡിസ്റ്റൻസ് മാത്രം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് വി മൈനസ് യു എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ്. ഇനി എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ടൈം ആണിത്, ഇത് ടൈം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ടി എന്ന് കൊടുക്കാം. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി ഈ ടിയെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവില്ലേ? അപ്പൊ നമുക്ക് എഴുതാം എ ടി ഈക്വൽ ടു വി മൈനസ് യു. ഈ മൈനസ് യു ഈക്വൽ ടു ഇങ്ങോട്ട് പോയാൽ എന്താകും? പ്ലസ് യു ആയിരിക്കും. സോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയാം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കൈനമാറ്റിക് ഇക്വേഷൻ. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തതിലേക്ക് നമുക്ക് പോകാം. എന്താണ് നമ്മുടെ രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ? പൊസിഷൻ ടൈം റിലേഷൻ ആണ്. ഈ പൊസിഷൻ ടൈം റിലേഷൻ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സിമ്പിൾ ആണ് മക്കളെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഗ്രാഫില് രണ്ട് ചിത്രങ്ങൾ കാണാം, ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളും. അപ്പം ഈ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാണാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, യു ഇൻറ്റു ടി. നമ്മൾ പറയും യു ടി പ്ലസ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാണുന്നത്? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു മൈനസ് യു ഇൻറ്റു എന്ത് കൊടുക്കാം? ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ഇവിടെ കൊടുക്കാം ടി എന്ന് കൊടുക്കാം. വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണെടാ? വി മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി ഇൻറ്റു ടി. എ ടി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എ ടി സ്ക്വയർ അല്ലേ? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ. അതിനെയാണ് നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ എന്ന് വിളിക്കുക. ഇനി മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷനെ വിളിക്കുന്നത്? പൊസിഷൻ വെലോസിറ്റി. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കറിയണം ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്
ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. മക്കളെ, ഇവിടെ എത്ര വെലോസിറ്റി ഗ്രാഫിൽ തന്നിട്ടുണ്ട്? വിയും തന്നിട്ടുണ്ട്, യുവും തന്നിട്ടുണ്ട്. സോ അതിന്റെ ആവറേജ് എങ്ങനെയാ നമ്മൾ കാണാം? നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി പ്ലസ് യു ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലെ? രണ്ടുപേരെയും കൂടെ കൂട്ടാ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഇനി ടൈം എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ഇവിടെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് AT is equal to V minus U. AT is equal to V minus U. അത് ഞാൻ ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ്. AT is equal to V minus U. അങ്ങനെയാണെങ്കിൽ T എന്തായിരിക്കും? V minus U divided by A. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുകയാണ്. ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം ഞാൻ ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുക്കുകയാണ്. സോ ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പൊ എന്താ സംഭവിക്കുക? S is equal to ഇക്വേഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം V plus U by 2. ഇനി അടുത്തെന്താ നമുക്ക് കൊടുക്കാനുള്ളത്? ടൈം ആണ് കൊടുക്കാനുള്ളത്. അത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും V minus U by A. ഇവിടെ നിങ്ങൾ നോക്കണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് V plus U into V minus U ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു A plus B into A minus B. എന്താ A plus B into A minus B എന്ന് പറയുന്നത്? എടാ സിമ്പിൾ, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും V square minus U square. A plus B into A minus B എന്ന് പറഞ്ഞാൽ A square minus B square ആണ്. അപ്പൊ ഇവിടെ നമുക്ക് V square minus U square എന്ന് മുകളിൽ എഴുതുന്ന സമയത്ത് 2 into A എന്ന് നമ്മൾ താഴെ കൊടുക്കണം. So S is equal to V square minus U square divided by 2A. ഈ divided by 2A equal to ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും? Into 2A ആയിട്ട് മാറും. So 2AS is equal to V square minus U square. ഈ മൈനസ് U square നമ്മൾ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അത് പ്ലസ് യു സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം V square is equal to U square plus 2AS. നമുക്കിതാ നമ്മുടെ മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. മക്കളെ ഉറപ്പിച്ചോളൂ, ഇതിലെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. സോ ഇത് അത്രയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് +1 പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.